വേനൽക്കാലത്ത് ഒരു ദിവസം ഒരു ഉറുമ്പ് നല്ല തണുത്ത വെള്ളം കുടിച്ച് അതിന്റെ ദാഹം തീർക്കാൻ വേണ്ടി ഒരു നദിക്കരയിലേക്ക് വന്നു. എനിക്ക് ഇന്ന് വല്ലാത്ത ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനായി ഞാൻ അവിടെ പോയേ പറ്റൂ. പക്ഷേ വെള്ളം കുടിക്കാൻ ശ്രമിച്ചു വന്ന ആ ഉറുമ്പ് കാല് തന്നെ ആ വെള്ളത്തിലേക്ക് വീണ്. രക്ഷിക്കൂ, 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 ആരെങ്കിലും രക്ഷിക്കൂ, എനിക്ക് പേടിയാവുന്നു, ഞാൻ മുഴുകി പോകുന്നു, വെള്ളത്തിന്റെ വേഗം എന്നെ കൊണ്ട് താങ്ങാനാവുന്നില്ല, ആരെങ്കിലും രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ. ഉറുമ്പ് അപകടത്തിൽപ്പെട്ടിരുന്നത് ഒരു പ്രാവ് കണ്ടു. ഓ എന്റെ ദൈവമേ, ആ ഉറുമ്പ് അപകടത്തിൽപ്പെട്ടല്ലോ. രക്ഷിക്കൂ, രക്ഷിക്കൂ, എനിക്ക് പേടിയാവുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന പ്രാവ് മരത്തിൽ നിന്നും ചില ഇലകൾ എടുത്ത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ആ ഇലയുടെ പുറത്ത് കേറിക്കോ, നോക്കി കേറ്, പിന്നെയും വീഴല്ലേ. പതുക്കെ ഇലേന്റെ പുറത്ത് കേറിയ ഉറുമ്പ് സുരക്ഷിതമായി കരയിലേക്ക് ചെന്നു. ആ സമയത്ത് ഒരു വേട്ടക്കാരൻ ആ വഴിയിലേക്ക് വന്നു. അവിടെ ഇരുന്ന പ്രാവിനെ കണ്ടു. നല്ല കൃത്യമായ ഉന്നം, സുന്ദരമായ പ്രാവാണല്ലോ. ഞാനിവിടെ ഉള്ളത് ആ പ്രാവ് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ആ പ്രാവിനെ എത്രയും പെട്ടെന്ന് എന്റെ വലയിൽ വീഴ്ത്തണം. അപ്പോൾ കരയിൽ ഇരുന്നിരുന്ന ഉറുമ്പ് പ്രാവിനെ പിടിക്കാൻ വേണ്ടി ആ വേട്ടക്കാരൻ ഒളിഞ്ഞിരുന്നത് കണ്ടു. ഓ, എന്റെ ജീവൻ രക്ഷിച്ച പ്രാവ് ഇപ്പൊ അപകടത്തിലാണ്. അവനെ ഞാൻ എങ്ങനെങ്കിലും രക്ഷിക്കണം. വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേട്ടക്കാരന്റെ ശബ്ദം കേട്ട പ്രാവ് ഉടൻ തന്നെ അവിടെ നിന്നും സുരക്ഷിതമായി മരത്തിന്റെ മുകളിലേക്ക് ചെന്നു. നിന്റെ സഹായത്തിന് വളരെ നന്ദി. നീ കൃത്യസമയത്ത് എത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. വളരെ നന്ദി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നിനക്കും എന്റെ നന്ദി സുഹൃത്തേ. നീ എന്റെ ജീവൻ രക്ഷിച്ചു. അതിന് പകരം ഞാനും നിന്റെ ജീവൻ രക്ഷിച്ചു. അതിനെന്തിനാ നന്ദി പറയുന്നത്? നല്ലത് ചെയ്താൽ നല്ലത് നടക്കും. കുട്ടികളെ, നമ്മൾ ചെയ്യുന്ന ഒவ்வொரு നല്ല കാര്യവും വേറൊരു നല്ല കാര്യത്തിന് വഴി ഉണ്ടാക്കി തരും. അത് കാരണം നമ്മൾ നല്ലത് മാത്രം ചെയ്യണം. ഇത് വളരെ കാലം മുൻപ് നടന്നൊരു കഥയാണ്. അതൊരു വേനൽക്കാലമായിരുന്നു. ഒരു വെട്ടുകിളി വളരെ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തുകൊണ്ടും പാട്ടുപാടിക്കൊണ്ടും അവിടെയെല്ലാം ചുറ്റിത്തിരിയുകയായിരുന്നു. ഓ, എന്തൊരു മനോഹരമായ ദിവസം! ലാ 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 ലാ. എനിക്കൊരു നല്ല പാട്ട് പാടണം എന്ന് തോന്നുന്നു. ലാ 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 ലാ. ആ വെട്ടുകിളി പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു ഉറുമ്പ് അതിലേക്ക് കടന്നുപോയി. നീ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് മടി തോന്നുന്നില്ലേ? ആർക്ക്? എനിക്കോ? ഓ, മടി തോന്നിയിട്ടേ ഇല്ല. ശരി, നീ എപ്പോഴെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടോ? ആര്? ഞാനോ? ഇല്ല ഇല്ല.
നീയും എന്റെ കൂടെ കളിക്കാൻ വരുമോ? ഞാനില്ല, എനിക്ക് കുറെ പണിയുണ്ട്. വാ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പാടാം. ഇല്ല, ഞാനില്ല, കാരണം എനിക്ക് കുറെ ജോലിയുണ്ട്. ഓ, ജോലി ജോലി ജോലി, നീ എപ്പോ നോക്കിയാലും അത് തന്നെ ചെയ്യുന്നു. എന്റെ കൂടെ നന്നായി പാടുവാനും കളിക്കാനും നിനക്ക് സമയമേ കിട്ടുന്നില്ല അല്ലേ? ഇല്ല, സമയമില്ല. നീ എന്തിനാ എത്ര ധൃതിപ്പെടുന്നത്? ഞാൻ എന്റെ വീട്ടിലുള്ളവർക്ക് ചോളം കൊണ്ടുപോയി കൊടുക്കണം. എന്തിനാണ്? മഞ്ഞുകാലം തുടങ്ങും മുമ്പ് ഞാൻ ഭക്ഷണം ശേഖരിച്ചു വെക്കണം. ഓ, ഈ ചൂടുകാലം കഴിയും മുമ്പ് തന്നെ നിനക്ക് എങ്ങനെ തണുപ്പ് കാലത്തെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നു ഉറുമ്പേ? കാരണം മഞ്ഞുകാലം തുടങ്ങാൻ കുറെ സമയമില്ല. ആ സമയത്ത് ഭക്ഷണം തേടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നീയും ഇങ്ങനെ ചെയ്തു നോക്കിയാൽ എന്താണ്? ഇപ്പൊ തന്നെ വരാൻ പോകുന്ന മഞ്ഞുകാലത്തെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കാൻ പോകുന്നേയില്ല. നീ വേണമെങ്കിൽ പോയി നിന്റെ ജോലി നോക്ക്. ജോലി ജോലി ജോലി. എനിക്ക് അറിഞ്ഞതെല്ലാം നല്ലോം കളിക്കുക, പാട്ട്, കൂട്ടത്തിൽ നൃത്തം. ഞാൻ പറയുന്നത് കേൾക്ക്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഭക്ഷണം ഇല്ലാതെ നീ ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കാനുണ്ട്. ശരി, എങ്കിൽ നാളത്തെ ഭക്ഷണത്തിന് നീ എന്ത് ചെയ്യും? നാളത്തെ പറ്റി ആലോചിച്ച് ഞാൻ വിഷമിക്കാറേ ഇല്ല. പക്ഷേ എനിക്ക് വിഷമമുണ്ട്. ശരി, ഞാൻ പോകട്ടെ. ഇത് കേട്ട് ആ ഉറുമ്പ് അവിടെ നിന്നും കടന്നുപോയി. ലാ 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 ലാ. എപ്പോഴും ആ ഉറുമ്പ് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. മെല്ലെ മെല്ലെ കുളിർകാലവും ആരംഭിച്ചു. വയലുകളിലുള്ള ധാന്യങ്ങൾ മേലെയെല്ലാം മഞ്ഞും മൂടി. ഞാൻ ആ ഉറുമ്പ് പറഞ്ഞത് അപ്പൊ തന്നെ കേൾക്കേണ്ടതായിരുന്നു. ഈ ഭയങ്കര തണുപ്പിൽ എന്നെ കൊണ്ട് നല്ലപോലെ പാട്ട് പാടാൻ പറ്റുന്നില്ല, ഇഷ്ടത്തിന് കളിക്കാനും പറ്റുന്നില്ല. എന്റെ അടുത്ത് ഇപ്പൊ ആഹാരത്തിന് കഴിക്കാൻ ഒന്നുമില്ല. ആ ഉറുമ്പ് എന്ത് വന്നാലും എന്നെ സഹായിക്കും. ആ വെട്ടുകിളി ഉറുമ്പിന്റെ അടുത്തേക്ക് യാത്രയായി. ദയവ് ചെയ്ത് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരൂ. ഭയങ്കര കുളിര്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ എന്തിനു നിന്നെ സഹായിക്കണം? വേനൽ സമയത്ത് ഭക്ഷണം ശേഖരിക്കാതെ നീ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഞാൻ ഒരുപാട് സമയം കളഞ്ഞു. നൃത്തം, പാട്ട്, ആഘോഷം മാത്രമായിരുന്നു. വേനൽ സമയം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ നീ എന്നെ കണ്ട് ചിരിച്ചും കളിച്ചും കളിയാക്കി. ആ സമയത്ത് നീ മഞ്ഞുകാലത്തിനെ കുറിച്ച് വിചാരിക്കേണ്ടതായിരുന്നു. നീ വേറെ എവിടെയെങ്കിലും പോയി സഹായം ചോദിച്ചു നോക്കൂ. ഞാൻ നിന്നെ സഹായിക്കില്ല. ഇവിടെ നോക്കൂ, എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. നിനക്കിവിടെ കുറച്ചു പോലും ഭക്ഷണം തരാൻ എന്നെ കൊണ്ടാവില്ല. ഇവിടെ നിന്നും പോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉറുമ്പ് വെട്ടുകിളിയെ പറഞ്ഞുവിട്ട് തന്റെ വാതിലടച്ചു. നന്നായി ശ്രദ്ധിച്ച് കേൾക്കൂ കുട്ടികളെ. ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം.